വീഡിയോ കാണുന്ന എല്ലാവർക്കും ആദ്യം തന്നെ ഒരു ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു. അപ്പോൾ ഈ വർഷം തുടങ്ങുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിം വെച്ചിട്ടാണ്. ഈ ഗെയിം വേൾഡ് ബ്ലിറ്റ്സ് ചാമ്പ്യൻഷിപ്പിലാണ് നടന്നിരിക്കുന്നത്. ഇവിടെ വൈറ്റ് കളിക്കുന്ന അലിറസ ഫിറോസ്, ബ്ലാക്ക് കളിക്കുന്നത് ഫാബിയാനോ കറുവാനയാണ്. അപ്പോൾ അലിറസ തുടങ്ങുന്നത് പോൺ E4 വെച്ചിട്ടാണ്. കറുവാന C5 കളിക്കുന്നു. അപ്പോൾ സിസിലിയൻ ഡിഫൻസ് ആണ്. നൈറ്റ് F3, നൈറ്റ് C6, D4, പോൺ വെച്ച് പോണിനെ വെട്ടുന്നു, നൈറ്റ് വെച്ച് വെട്ടുന്നു. നൈറ്റ് F6 കളിച്ചാൽ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. നൈറ്റ് C3, E5. അപ്പോൾ ഇത് സിസിലിയൻ ഡിഫൻസിൻ്റെ പെലിക്കൻ അല്ലെങ്കിൽ ഷെഷ്നിക്കൻ വേരിയേഷൻ ആണ് പറയുന്നത്. നൈറ്റിനെ B5 കളിക്കുന്നു. ഇനി ത്രെട്ട് നൈറ്റ് D6 കളിച്ച് ചെക്ക് കൊടുക്കാനാണ്. ക്യൂവിന് ആ ഒരു സ്ക്വയർ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് D6 ബ്ലാക്ക് കളിക്കുന്നു. നൈറ്റിനെ D5 കളിക്കുന്നു. അപ്പോൾ രണ്ട് നൈറ്റ് കൂടെ C7 വന്ന് ചെക്ക് കൊടുക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. കറുവാന നൈറ്റ് വെച്ച് നൈറ്റിനെ വെട്ടിയെടുക്കുന്നു. പോൺ വെച്ച് തിരികെ വെട്ടുന്നു. നൈറ്റ് തിരികെ പോകുന്നു. അപ്പോൾ കറുവാനയുടെ നൈറ്റ് തിരികെ പോയെങ്കിലും ഇനി അടുത്ത നീക്കങ്ങളിൽ വേണമെങ്കിൽ D7 പിന്നെ വന്ന് C5 വരാവുന്നതാണ്. ക്യൂവിന് F3 കളിക്കുന്നു. A6 കളിച്ച് ഈ നൈറ്റിനെ ഓടിക്കാൻ നോക്കുന്നു. അലിറസ ആ നൈറ്റിനെ തിരിച്ചു കൊണ്ടുപോകുന്നതിന് പകരം ക്യൂവിനെ A3 കളിക്കുന്നു. ഇതിൻ്റെ ഐഡിയ ഇപ്പോൾ ഈ നൈറ്റിനെ ചാടിക്കയറി വെട്ടിക്കഴിഞ്ഞാൽ ഈ റൂക്ക് ഇവിടെ വീഴും. അപ്പം അതുകൊണ്ട് ചാടിക്കയറി ആ ഒരു നൈറ്റിനെ വെട്ടാൻ ഇവിടെ നേരെ ഫാബിയാനോ പോകുന്നില്ല. ആദ്യം ബിഷപ്പിനെ E7 കളിക്കുന്നു. ബിഷപ്പ് D2 കളിക്കുന്നു. ഒരു പക്ഷേ ഭാവിയിൽ ഇവിടെ ക്യൂൺ സൈഡ് കാസ്റ്റ് ചെയ്യാനായിരിക്കാം ഉദ്ദേശം. അതുമല്ലെങ്കിൽ ഒരു പക്ഷേ ബിഷപ്പിനെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഇതേക്ക് പ്രഷർ കൊടുക്കാം. അതുമല്ലെങ്കിൽ ഇവിടേക്കൊക്കെ വരാവുന്നതാണ്. എന്തായാലും ബ്ലാക്ക് ക്യാൻസൽ ചെയ്യുന്നു. ബിഷപ്പിനെ ഇവിടെ B4 കളിക്കണം അലിറസ. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ D6 പോണിലോട്ട് നൈറ്റ് ബിഷപ്പ് ക്യൂന് എല്ലാം കൂടെ ഈ ഒരു പോണിലേക്ക് അറ്റാക്കാണ്. അപ്പോൾ ഇവിടെ ഫാബിയാനോ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വേരിയേഷൻ കളിക്കുകയാണ്. ഫാബിയാനോ കളിക്കുന്നത് പോൺ വെച്ച് ആ നൈറ്റിനെ അങ്ങ് വെട്ടിയെടുത്ത് ഈ ഒരു റൂക്കിനെ അങ്ങ് സാക്രിഫൈസ് ചെയ്യുന്നു. ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസ്. അപ്പോൾ അലിറസ എന്തായാലും ചാടിക്കയറിയ റൂക്കിനെ വെട്ടിയെടുത്തു. ഇവിടെ ഒരു ക്ലിയർ വിന്നിങ് പൊസിഷൻ ഒന്നും നേരിട്ടില്ല. പക്ഷെ കറക്റ്റായിട്ട് കളിച്ചേ പറ്റൂ ഇവിടെ ബ്ലാക്കിന്, അല്ലെങ്കിൽ ഇവിടെ വൈറ്റ് തിരിച്ചു പിടിക്കും. ഇവിടെ ഫാബിയാനോ കളിക്കുന്നത് നൈറ്റ് A6. അപ്പോൾ ഈ ഒരു ക്യൂവിനെ തൽക്കാലം ഇവിടെ ലോക്കാക്കി ഇടാനാണ് ശ്രമം. പക്ഷെ തൽക്കാലം ഇവിടെ ക്യൂവിന് A7 വേണമെങ്കിൽ പോവാം. പക്ഷെ അതിനു മുന്നേ ഇവിടെ ഈ ഒരു ബിഷപ്പിനെ പ്രൊട്ടക്ട് ചെയ്യണമല്ലോ. അതുകൊണ്ട് ബിഷപ്പ് D2 പോകുന്നു. ഇവിടെ ബിഷപ്പിനെ G5 കളിച്ചിട്ട് ഈ ബിഷപ്പിനെ വീണ്ടും ചലഞ്ച് ചെയ്യുകയാണ്. ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ എടുക്കാനാണ് ത്രെട്ട്. അതുകൊണ്ട് ആദ്യം ബിഷപ്പ് വെച്ച് എടുക്കുന്നു, ക്യൂൻ വെച്ച് എടുക്കുന്നു. ഇനി ഇവിടെ അലിറസ ക്യൂവിനെ A7 കളിക്കുന്നു. ഇതിൻ്റെ ഐഡിയ ഈ ഒരു ക്യൂവിനെ തിരികെ ഇവിടെ കൊണ്ടുവന്നിട്ട് E3 കൊണ്ടുവന്നിട്ട് ഈ പൊസിഷൻ ന്യൂട്രലൈസ് ചെയ്യാനാണ് ഇവിടെ അലിറസയുടെ ശ്രമം. പക്ഷെ ഫാബിയാനോ വിട്ടുകൊടുക്കുന്നില്ല. നൈറ്റിനെ B4 കളിക്കുന്നു. ഇവിടുത്തെ പ്രശ്നം ഇവിടെ ക്യൂവിനെ അങ്ങ് തിരികെ കൊണ്ടുവന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നൈറ്റ് ടേക്ക് C2 ഒരു ബ്യൂട്ടിഫുൾ മൂവ് ഉണ്ട്. ചെക്കുമാണ്, ക്യൂവിലേക്കും അറ്റാക്കാണ്, വേണമെങ്കിൽ ഈ റൂക്കിലേക്കും അറ്റാക്കാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ബ്ലാക്ക് ജയിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ക്യൂവിനെ ഇപ്പോൾ തിരികെ കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് കിങ് D1 കളിച്ചിട്ട് ഈ ഒരു പോണിനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. അടുത്ത ചെക്ക്. ബിഷപ്പ് ഇവിടെ G4 കളിച്ചൊരു ചെക്ക് കൊടുക്കുന്നു. F3 കളിച്ച് ബ്ലോക്ക് ചെയ്യുന്നു. ബിഷപ്പ് F5 വരുന്നു. ഇപ്പോൾ നൈറ്റും ബിഷപ്പും കൂടെ ആ ഒരു പോണിലേക്കാണ് അറ്റാക്ക്. C3 കളിച്ച് നൈറ്റിനെ ഓടിക്കാൻ നോക്കുന്നു. നൈറ്റ് C2 റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. റൂക്ക് C1. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ രണ്ട് പീസുകൾ തിരികെ കിട്ടും. ഇതാണ് വൈറ്റിൻ്റെ ഐഡിയ. കറുവാന നൈറ്റ് വെച്ചൊരു ചെക്ക് കൊടുക്കുന്നു. കിങ് E2. നൈറ്റിനെ C4 കളിക്കുന്നു. ഇനിയുള്ള ത്രെട്ട് എന്തെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ റാൻഡം മൂവ് ഒക്കെ കളിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ക്വീൻ D2 നേരെ ചെക്ക്മേറ്റ് ആയി പോകും. ഇവിടെ പോകാൻ വേറെ സ്ക്വയർ ഒന്നുമില്ല. ഇവിടെ ചെക്ക്മേറ്റ് ആയി പോകും വൈറ്റ്. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചെക്ക്മേറ്റ് ആണ് ത്രെട്ടൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റൂക്കിനെ ഇവിടെ D1 കളിക്കുന്നു. ഇവിടെ ബിഷപ്പിനെ ആദ്യം ഇവിടേക്ക് കളിക്കുന്നു. ബിഷപ്പ് C2 കളിച്ച് റൂക്കിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ റൂക്കിന് ഈ ഒരു ഫയലിൽ തന്നെ നിൽക്കണം. കാരണം ഇവിടെ ഒന്നും നിന്നില്ലെങ്കിൽ നേരത്തെ കണ്ടുപോലെ ക്യൂൺ D2 ചെക്ക്മേറ്റ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂക്കിന് അവിടെ നിന്ന് മാറാൻ തന്നെ പറ്റില്ല. അതുകൊണ്ട് ക്യൂൻ F2 വരുന്നു. അപ്പോൾ തൽക്കാലം ഈ റൂക്കിന് ഇവിടെ തന്നെ നിന്നേ പറ്റൂ. അതുകൊണ്ടാണ് ക്യൂൻ F2 വരുന്നത്. E4 കളിക്കുന്നു. അപ്പോൾ ഒന്നുമില്ലാത്ത പൊസിഷനിൽ നിന്ന് വീണ്ടും പൊസിഷൻ ഓപ്പൺ അപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇവിടെ കറുവാന. E4 കളിക്കുന്നു. അപ്പോൾ ഇവിടെ അലിറസയ്ക്ക് വേറെ നീക്കങ്ങളൊന്നുമില്ല. റൂക്കിനെ എവിടേക്ക് D4 കളിക്കാവുന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഉണ്ടാവാൻ സംശയം, ഈ പോൺ വെച്ച് ഈ പോണിനെ എന്തുകൊണ്ട് എടുത്തില്ല? ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ
റൂക്കിന് E8 കളിക്കും. ഇനി ആ പോൺ വീഴുന്നതാണ്. ബിഷപ്പും റൂക്കും കൂടെ ആ E4 പോണിലേക്ക് ഉണ്ട്. എല്ലാം കൂടെ ഡിഫെൻഡ് ചെയ്യാൻ ഇവിടെ വൈറ്റിനെ കൊണ്ട് പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് ആ പോൺ വെച്ച് പോണിനെ എടുക്കുന്നതിന് പകരം റൂക്കിനെ D4 കളിക്കുന്നത്. പക്ഷെ ഇതൊന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല. അടുത്ത മൂവ് ബിഷപ്പ് D3 വെച്ചൊരു ചെക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ കിങ് എങ്ങാനും പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ചെക്ക്മേറ്റ് ആയി പോകും. ഈ സ്ക്വയർ എല്ലാം ഇവിടെ ബ്ലാക്കിൻ്റെ പരിധിയിലാണ്. അപ്പോൾ ചെക്ക്മേറ്റ് ആയി പോകും. അപ്പോൾ ഈ ഒരു നീക്കത്തിനെതിരെ വൈറ്റിനെ ആകെ ചെയ്യാവുന്നത് റൂക്ക് വെച്ച് ബിഷപ്പിനെ എടുക്കുക എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഗെയിമിൽ നടക്കുന്നത്. പോൺ വെച്ചെടുക്കുന്നു, കിങ് വെച്ചെടുക്കുന്നു, ക്യൂൻ C1 കളിക്കുന്നു. അപ്പോൾ ഇനി B2 പോണിനെ വെട്ടിയെടുക്കാനാണ്. നൈറ്റും ക്യൂനും കൂടെ ആ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. B3 കളിച്ച് നൈറ്റിനെ ഓടിച്ചു വിടാൻ നോക്കുന്നു. പക്ഷേ വെറുതെ നൈറ്റ് B2 ചെക്ക് മതി. കിങ് സെൻട്രലോട്ട് വരുന്നു, F5 ചെക്ക് നൽകുന്നു. അപ്പോൾ ഇനിയുള്ള ഓപ്ഷൻസ് വളരെ ലിമിറ്റഡ് ആണ്. ഓൺലി മൂവാണ് കിങ് D4. ഇനി ഒറ്റ മൂവിൽ വളരെ മനോഹരമായിട്ട് സെൻറ്റർ ഓഫ് ദ ബോർഡിൽ ഇവിടെ ഫാബിയാനോ കരുവാനോ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെക്ക്മേറ്റ് നൽകുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഗെയിം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നമുക്ക്.